ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ഫ്രണ്ട്സ് ആയിട്ടുണ്ടെങ്കിൽ അതെന്തായാലും ഒരു റിലേഷൻഷിപ്പിൽ പോയി അവസാനിക്കും. ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ തിരുത്തി കുറിച്ച് ഒരു മെയിൽ ഫ്രണ്ട് നമ്മുടെയൊക്കെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. നമുക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റുന്ന, നമ്മുടെ ഇടയിൽ ഇന്നേ വരെ പ്രണയമോ റിലേഷൻഷിപ്പോ പ്രേമോ അങ്ങനത്തെ യാതൊരുവിധ തോട്ട്സും വരാത്ത ആ ഒരു ഫ്രണ്ട്ഷിപ്പില്ലേ, അതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഡൗൺ ആവുന്ന സമയത്ത് നമുക്ക് ഓപ്പൺ അപ്പ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന, നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഓടിച്ചെല്ലാൻ പറ്റുന്ന ആ ഒരാളില്ലേ, നമ്മളെ വീട്ടുകാർക്കും ഒരേപോലെ ഇഷ്ടമുള്ള അത്രയും വിശ്വാസമുള്ള ഒരു പേഴ്സൺ എന്നൊക്കെ പറയില്ലേ, അതാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ നമ്മൾ ഡൗൺ ആയി നിൽക്കുന്ന സമയത്ത് നമ്മൾ പറയാതെ തന്നെ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു പേഴ്സൺ, അങ്ങനെ ഒരാളെ ജീവിതത്തിൽ കണ്ടുമുട്ടുക എന്നുള്ളത് ഭയങ്കര ലക്കാണ്. അതിന് മറ്റർത്ഥങ്ങളോ മീനിങ്ങോ ഒന്നുമില്ല. എത്ര കാലം കഴിഞ്ഞാലും ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് നമ്മുടെ ലൈഫിൽ കീപ്പ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആ ഒരാളിന് ആൾക്ക് വീഡിയോ ഷെയർ ചെയ്തു ഷെയർ ചെയ്ത് കൊടുത്ത് അത് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ആളുകൾ കുറെ ആൾക്കാർ ഷെയർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ ആളുകൾക്ക് ഈ വീഡിയോ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പൊ എനിവേ ഇതില് നമ്മള് നേരെ ഇതിങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് വെച്ചാൽ വല്ല പേപ്പേഴ്സ് എടുക്കും. സയന്റിഫിക് അമേരിക്കയിൽ മെൻ ആൻഡ് വുമൺ കാൺ ബി ജസ്റ്റ് ഫ്രണ്ട്സ്, ആണിനും പെണ്ണിനും ഒരിക്കലും ഫ്രണ്ട്സ് ആവാൻ പറ്റൂല എന്നുള്ളത് സയൻസ് പറയുന്ന കാര്യമാണ്. പക്ഷേ ബയോളജി സാർ ബയോളജി മാത്രം പറയരുത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളിപ്പോ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങണം. ആളുകൾക്കിടയിലേക്ക് ഇറങ്ങണം. ഇതിന്റെ കമന്റ് ബോക്സ് മാത്രം നമ്മളൊന്ന് ജസ്റ്റ് വെറുതെ വായിച്ചു നോക്കാം കേട്ടോ. അതായത് പ്രത്യേകിച്ചാൽ ഇപ്പൊ വായിക്കുന്ന കമന്റുകൾക്ക് ആണുങ്ങൾ പറയുന്ന കമന്റ്സ് ആണ്. പെൺകുട്ടികൾ ഒരുപാട് അയച്ചെടുത്തിട്ടുണ്ടാവല്ലോ, ഷെയർ ചെയ്തിട്ടുണ്ടാവല്ലോ. അപ്പൊ ആ ഷെയർ ചെയ്ത് കിട്ടിയ കുറെ ആൺ സുഹൃത്തുക്കളുണ്ടല്ലോ, അവർ പറയുന്ന കമന്റ്സ് ആണ്. ഒറ്റ ദിവസം ആണായിട്ട് മാറിയാൽ മനസ്സിലാകും എന്താണ് ആൺ സുഹൃത്ത് എന്നും ആണുങ്ങളുടെ സ്വഭാവം എന്താണെന്നും. ആണുങ്ങൾ വളരെ സത്യസന്ധമായിട്ട് പറയാണ്. പ്രണയമില്ല, മണ്ണാങ്കട്ടയില്ല, പ്യുവർ ഫ്രണ്ട്ഷിപ്പാണ് എന്നൊക്കെ കേൾക്കാൻ നല്ല സുഖമാണ്. പക്ഷേ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. ഒരു ആണിന് പെണ്ണിൻ്റെ ശബ്ദം പോലും ആകർഷമാണ് എന്ന് തള്ളിക്കളയാനാവാത്ത സത്യം. പുറമെ എത്ര സുഹൃത്താണെന്ന് പറഞ്ഞാലും എന്നായാലും അവൻ്റെ ഉള്ളിലെ ഒരു ആൺമൃഗം ഉണരുന്ന ഒരു നിമിഷമുണ്ടാകും. ഒരു ആണിൻ്റെ മനസ്സ് ശരിക്കും തിരിച്ചറിയാൻ മറ്റൊരാണിനെ കഴിയും. ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ അത് വളരെ വിശദമായിട്ട് വളരെ സത്യസന്ധമായിട്ട് പറയുന്നുണ്ട്. ഹേ ലേഡീസ്, യു കനോട്ട് അണ്ടർസ്റ്റാൻഡ് എ മാൻ അണ്ടിൽ യു ആർ ബീയിങ് എ മാൻ. അതേപോലെ തന്നെ അങ്ങനെ ഒന്നും ഇല്ല കുട്ടിയെ, ആ ആണിൻ്റെ ഉള്ളിലുള്ളത് തുറന്നു പറയുന്നില്ല എന്ന് മാത്രം. ഓക്കെ, അല്ല അത് ശരിയാണ് കേട്ടോ. കുറെ ആളുകൾ ശരിക്കും അങ്ങനത്തെ ഇമോഷൻസ് ഉണ്ടായിട്ടും അത് ശരിക്കും സീരിയസ്ലി ജെന്യുവൻലി സപ്രസ് ചെയ്തിട്ട് പെൺകുട്ടികളോട് വളരെ നല്ല രീതിയിൽ മാത്രം ബിഹേവ് ചെയ്യുന്ന, അങ്ങനെ ഫ്രണ്ട് ആയിരിക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ടാവും. ബട്ട് അയാളുടെ മനസ്സിലൊന്നുമില്ല എന്നുള്ളത് പറയരുത്. അപ്പം ഇതിൽ നമ്മൾ അമീർക്ക പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇതിങ്ങനെ കാണുമ്പോൾ. ഇനി ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഏതുപോലെയാണെന്ന് അറിയാം. ഒരു സിംഹത്തിൻ്റെ മടിയിൽ ഒരു മാന് വന്നിരിക്കുകയാണ്. എന്നിട്ട് സിംഹവും മാനും കൂടി പറയാണ് ഞങ്ങൾ രണ്ടാളും വെജിറ്റേറിയൻ ആണ് എന്ന് പറയുന്നത് പോലെയാണ് ശരിക്കും ആണിന് ഒന്നും തോന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ. ആ മാനിന് മനസ്സിലാവില്ല എന്താണ് നോൺ വെജ് കഴിക്കുന്ന അവസ്ഥ എന്നുള്ളത്. കാരണം അതിനറിയില്ല അത് എന്താന്നുള്ളത്. മനസ്സിലാക്കേണ്ടത് ജോക്സ് അപ്പാർട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പെണ്ണ് തീർച്ചയായും ഈ വീഡിയോ ഇട്ട പെൺകുട്ടിയെ അല്ലെങ്കിൽ അവരെ നമ്മൾ കുറ്റം പറയല്ല, അവർ വളരെ ജെന്യൂൻ ആയിട്ടാണ് പറയുന്നത്. അവരുടെ മെയിൽ ഫ്രണ്ടിനോട് അവർക്കൊന്നും തോന്നുന്നില്ല. ഇറ്റ്സ് എ റിയാലിറ്റി. കാരണം എന്താ, അവിടെയാണ് നമ്മൾ സൈക്കോളജിയിൽ പറയുന്നത് അണ്ടർ പെർസെപ്ഷൻ ബയാസ്. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരു അടുത്തിടപഴകുമ്പോഴും പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള തോട്ട്സ് വരാനുള്ള സാധ്യതകൾ കുറവാണ്. ആണിനെ സംബന്ധിച്ചിടത്തോളം ആണിൻ്റെ സൈക്കോളജി എന്ന് വെച്ചാൽ ഓവർ പെർസെപ്ഷൻ ബയാസ് എന്ന് പറയും. ചെറിയൊരു കാര്യം, ശരിക്കും ഒരു റിലേഷൻഷിപ്പായിട്ട് ബന്ധപ്പെട്ടോ അത്രയൊന്നും ഉണ്ടാവില്ല, ചെറിയൊരു കാര്യം പോലും അവൻ ചിന്തിക്കുന്നത് ഈ നിലക്കാണ്. കുറച്ചും കൂടി എന്താ പറയുക, അവൾക്ക് എന്നോടെന്തോ കാര്യമായി ഉണ്ട്. ഇതിപ്പോ വളരെ സിമ്പിളി ഒരു ഇമോജി പോലും അയക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ പറയാറുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ ഓക്കെ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹാർട്ടിൻ്റെ ഇമോജി നോർമലി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് അയക്കും. ഞാൻ ബാസിലേക്ക് അയക്കും, കുഴപ്പമില്ല അവിടെ. പക്ഷെ നമുക്കത്, അല്ലെങ്കിൽ ഒരു ആൺകുട്ടിക്ക് അതൊരു പെൺകുട്ടിയിൽ നിന്ന് റിസീവ് ചെയ്യുമ്പോൾ പെൺകുട്ടി അവിടെ ശരിക്കും ഉദ്ദേശിക്കുന്നത് ഓക്കെ എന്നാണ്. യെസ്, നമുക്ക് ചെയ്യാം, സെറ്റാക്കാം, എന്തോ പ്രൊജക്റ്റ് ആയിരിക്കാം, അസൈൻമെന്റ് ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷെ ഈ ഓവർ പെർസെപ്ഷൻ ബയാസ് ഉള്ള ഈ പുരുഷനെ സംബന്ധിച്ച് ആ ഹാർട്ട് കാണുമ്പോൾ അവൻ എന്തൊക്കെയോ ആലോചിക്കാണ്. അവള് ഹാർട്ട് അയച്ചിട്ടുണ്ടെങ്കിൽ വേറെന്തോ അർത്ഥം ഉണ്ടല്ലോ, കുറെ ഇമേജ് അയക്കാം, ഒരുപാട് ഇമോജിയോടെ ഓപ്ഷൻ ഉണ്ട്, എന്തുകൊണ്ട് ഹാർട്ട് തന്നെ അയച്ചു എന്ന തോട്ടിലേക്കാകുമ്പോൾ നീല ഹാർട്ടാണോ പിന്നെ എന്താ പറയുക ഇങ്ങനെയൊക്കെ. ഇനി തിരിച്ച് ഒരു പെണ്ണ് സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് അയക്കുന്നത് പോലെ ഒരു ഹാർട്ട് പെണ്ണ് ഇങ്ങോട്ട് അയക്കുന്നത് പോലെ ആണ് തിരിച്ചയക്കുകയാണെന്നുണ്ടെങ്കിൽ പെണ്ണത് മനസ്സിലാക്കുന്നത് വളരെ സ്വാഭാവികമായിട്ട് ഓക്കെ പറഞ്ഞതായിരിക്കും എന്നല്ലേ. ഇത് ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ആണിനൊരിക്കലും പെണ്ണായിട്ട് ചിന്തിക്കാൻ പറ്റില്ല, പെണ്ണിനൊരിക്കലും ആണായിട്ട് ചിന്തിക്കാൻ പറ്റില്ല. ഇതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. അത് സിമ്പിളി ഇപ്പൊ ഇങ്ങനത്തെ ഇപ്പോൾ ഈ വീഡിയോ പോലെ നമ്മൾ ശരിക്കും വേറൊരു യൂണിവേഴ്സിറ്റിയിലുള്ളൊരു ഒരു റാൻഡംലി സോഷ്യൽ ഒപ്പീനിയൻ ചോദിക്കുന്നുണ്ട്. ശരിക്കും നമുക്ക് നിഷ്കളങ്ക ഒരേ സ്ഥലത്തുള്ള ആൾക്കാരാണ്. ഈ ഒരേ സ്ഥലത്തുള്ള ഒരേ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അതിൽ പെൺകുട്ടികളെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഫ്രണ്ട്സ് ആണെന്നുള്ളതാണ്. അതേ ആൺകുട്ടികളോട് ചോദിക്കുകയാണ് ഫ്രണ്ട്സ് ആണ് ചോദിക്കുമ്പോൾ അല്ലാന്നാണ്
അവർ പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു അങ്ങനെയല്ല social എന്നുള്ളതാണ് അവർ പറയുന്നത്. നമുക്കൊന്ന് കാണാം. അതായത് ഒരു യൂണിവേഴ്സിറ്റി പോകുന്നു, ലൈബ്രറി പോയിട്ട് റാൻഡമായിട്ട് ആൾക്കാരോട് ചോദിക്കുകയാണ് ആണിനും പെണ്ണിനും ജസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് നിൽക്കാൻ പറ്റുമോ. ഇത് 16 മില്യൺ 1.5 കോടി ആളുകൾ കണ്ട ഒരു വീഡിയോ ആണ്. അത് നമ്മളൊന്ന് ജസ്റ്റ് കണ്ടോ. Here we are at the Utah State University Library for some interviewing to ask people if they believe that men and women can be just friends. So let's go inside and see what we can find. Do you believe that men and women can be just friends? Yes. Yeah, of course. Yes, I do. Yeah. Yes. ഒരു സംശയമില്ല പെൺകുട്ടികൾക്ക്, എല്ലാവരും സ്പോട്ടിൽ യെസ് യെസ്. അത് വളരെ ജെന്യൂൻ ആയിട്ടോ, അവർ കളവ് പറയല്ല. അതെ, അവർ വിചാരിക്കുന്നത് നമ്മൾ അവരെ ബ്ലെയിം ചെയ്യുമല്ല, അവരുടെ പെർസെപ്ഷൻ അങ്ങനെയാണ്, അവരങ്ങനെ മനസ്സിലാക്കുന്നത്. യെസ്, അങ്ങനെ നിൽക്കാൻ പറ്റുന്നതാണ്. ഇനി ആണുങ്ങളിലേക്ക് പോകുന്നത്. It'd be hard to do. I mean, we're all men. I know. So of course we're going to have those feelings, and we can be content with just friendship, and we can be silent. വി ക്യാൻ ബി സൈലന്റ്. യെസ്, ചെയ്യാൻ പറ്റുന്ന എന്താ, ഫീലിങ്സ് ഉണ്ടാവും, പക്ഷെ മിണ്ടാതിരിക്കുക. ഓക്കെ, അത് പറയാതിരിക്കുക. അതാണ് മാന്യത. ആ മാന്യത ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. Guarding those feelings, but we're going to have them. No. 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 Yes. 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 I don't believe so. No. I guess what I'm saying is no. I believe men and women can be just friends. Yeah. Yes. Yes. Okay, do you have any guy friends right now who you're just friends with? Yeah. Oh, yeah. All my best friends are guys. Dave. Trevor. Taylor Mulford. Bobby. Yeah. How long have you known Trevor? 2 years. Of those guy friends, do you think any of them secretly like you? And be honest, Probably. Yeah. do you think that guy is interested in you? Yes. Okay, maybe you can only be just friends in high school, because most guys won't just be my friend. Would Dave hook up with you if you gave him the chance? Well, yeah. Do you think Trevor liked you? Yes. And I know he did. Ew. would he hook up with you if you wanted to hook up? Yeah. So he likes you. So what you're saying is men and women can't be friends. No, we can be friends. But you're just friends, but he likes you. Yes. So it's a one-sided friendship. Because of physical attraction, it's not possible. But you said I just want to be just friends. Yeah. അല്ലേ, നമുക്ക് മനസ്സിലാകുന്നത് റിയാലിറ്റിയോട് നമ്മൾ പുറംതിരിഞ്ഞ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതെ. നമുക്ക് ഇങ്ങനെയൊക്കെ പറയാം. Yes, yes. അതായത് കൃത്യമായ യാഥാർത്ഥ്യങ്ങളും അനുഭവങ്ങളും ഉണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ പറയാൻ വേണ്ടി ഇങ്ങനെ തന്നെ പറയാണ്. പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. ഈവൻ അവരുടെ തന്നെ അനുഭവങ്ങളിൽ എന്തുണ്ട്, അതിന്റെ ഇൻസ്റ്റൻസസ് ഉണ്ട്. അതും ജസ്റ്റ് ചിന്തിച്ചാൽ മതി. Yes. പക്ഷെ ചിന്തിക്കാൻ പലപ്പോഴും പറ്റുന്നില്ല എന്നോ, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കരുത് എന്നുള്ള ഒരു മുൻധാരണ കൊണ്ടോ ആ ചിന്തയിലേക്ക് പോകാതിരിക്കുന്നതാണ്. അപ്പോൾ ഏതായാലും ഇത് ഈ എക്സ്പെരിമെന്റ് ഒരുപാട് ആളുകൾ കണ്ടൊരു എക്സ്പെരിമെന്റ് ആണ്, അതുകൊണ്ട് കാണിച്ചത് മാത്രം. അപ്പോൾ എനിവേ ഇതിൽ വളരെ സിമ്പിളാണ്. പുരുഷന്മാരോടുള്ള ചോദ്യത്തിന്റെ ഉത്തരവും പിന്നെ സ്ത്രീകളോടുള്ള ചോദ്യത്തിന്റെ ഉത്തരവും തമ്മിലുള്ള വ്യത്യാസം തന്നെ നമുക്ക് ആ ഒരു കാര്യം ക്ലിയർ ആക്കി തരുന്നു. പിന്നെ വേറൊന്ന് മനസ്സിലാക്കേണ്ടത്, അതിനർത്ഥം നിങ്ങൾക്കുള്ള എല്ലാ ഫ്രണ്ട്സും എന്തോ മൈൻഡിൽ കൊണ്ടു നടന്ന് നിങ്ങളൊരു പ്രശ്നത്തിലാക്കാൻ വേണ്ടി നടക്കുകയാണ് എന്നല്ല പറഞ്ഞത്. പക്ഷേ പുരുഷൻ്റെ മനസ്സിൽ സ്വാഭാവികമായിട്ടും അങ്ങനെ തോട്ട്സ് വരാനുള്ള ചാൻസ് വളരെ 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 അധികമാണ്. അപ്പോൾ അതിൽ നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്ന, എന്നാൽ പെൺകുട്ടികൾക്ക് വേണ്ട ടൈപ്പ് ഓഫ് ഹെൽപ്സ് വളരെ അവരെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ, ആ ലിമിറ്റ് കിടക്കാത്ത രീതിയിൽ ചെയ്യുന്ന ഫ്രണ്ട്സും ഉണ്ടാവും. അങ്ങനെ ഇല്ല എന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നിലയ്ക്ക് എല്ലാ പുരുഷന്മാരും പ്രശ്നക്കാരാണെന്നല്ല പറയുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ തന്നെ ഒരു പുരുഷൻ്റെ മനസ്സിൽ തോട്ട് ഉണ്ടെങ്കിൽ പോലും സൈലൻ്റ് ആയിരിക്കുക എന്ന് പറയുന്നതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം നമ്മൾ പറഞ്ഞല്ലോ. അതേപോലെ ചെയ്യുന്ന, സൈലൻ്റ് ആയിരിക്കുന്ന, മാക്സിമം അങ്ങനത്തെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പ്രത്യേകം ശ്രമിക്കുന്ന, പ്രത്യേകം എഫേർട്ട് ഇടുന്ന ആളുകളുണ്ടാവും. എന്നതിനർത്ഥം അങ്ങനെ എഫേർട്ട് ഇടുന്ന ആളാണെങ്കിൽ പോലും, സൈലൻ്റ് ആയിരിക്കുന്ന ആളാണെങ്കിൽ പോലും അയാളുടെ മനസ്സ് നിങ്ങൾക്കറിയാം, നിങ്ങൾ വിചാരിക്കുന്ന പോലെയാണ് മനസ്സ്, അയാൾക്ക് ഫ്രണ്ട്ഷിപ്പ് അല്ലാതെ വേറൊന്നുമില്ല എന്നല്ല അതിനർത്ഥം മനസ്സിലാക്കുക. അപ്പോൾ എല്ലാ പുരുഷന്മാരെയും ബ്ലെയിം ചെയ്യാനല്ല, എല്ലാ പുരുഷന്മാരെയും കുറ്റക്കാരാക്കാനല്ല, പുരുഷന്മാരെന്താണ് എന്ന് അറിഞ്ഞിരിക്കാൻ മാത്രമാണ് ഈ വീഡിയോ. അപ്പോൾ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്നാലുമില്ല, ഞാൻ വിചാരിക്കുന്ന പോലെ തന്നെ, ഞാൻ ചിന്തിക്കുന്ന പോലെ തന്നെയാണ് അവർ ചിന്തിക്കുള്ളൂ. ഈവൻ ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ അവരുടെ ലൈഫിലുള്ള ഇൻസ്റ്റൻസുകൾ അത് മറന്ന് അതിൽ കണ്ണടച്ച് അതൊക്കെ ഒഴിവാക്കിയിട്ട് ഞങ്ങൾ തന്നെ ചിന്തിക്കുള്ളൂ എന്ന് വാശി പിടിച്ചിരിക്കുകയാണ് നമുക്ക് പറയാനില്ല എന്നുള്ളതാണ്. അതായത് മറ്റേ റീല് ഷെയർ ചെയ്ത ആൾക്കാർക്കൊക്കെ ഈ റീലും കൂടെ ഒന്ന് ഷെയർ ചെയ്തേക്ക്. സംഭവം വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത് റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് പിന്നെന്താ പറയുക, മിഥ്യകളിൽ അഭിരമിക്കാം. നമുക്ക് യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളണോ, മിഥ്യകളിൽ അഭിരമിക്കണോ എന്നുള്ളത് മാത്രമാണ് ചോദ്യം.